ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിത് ഒരു പുതിയ സ്നാക്കായിട്ടാണ് വന്നത്. സെയിൽ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നല്ലൊരു സ്നാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു കഷ്ണം സവാള എടുക്കുന്നുണ്ട്. സവാള ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അത് ഒഴിവാക്കാം. ഒരു ചെറിയ കഷ്ണം സവാള എടുത്തത്, പിന്നെ 4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് നമുക്കിത് ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 4 പീസോളം പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതാ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു സവാള എടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പച്ചമുളക് ഇഞ്ചിൻ്റെ എല്ലാം ആ ഒരു സ്മെല്ല് മാറുന്ന അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തില്ല, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും വേണ്ട കേട്ടോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചത്. പിന്നെ അത് കൈ നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കരുത്. ഈ ഒരു രീതിയിലാവേണ്ടത്. നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താലും മതി കേട്ടോ. പിന്നെ അതാ ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പുതിനയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്കിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കപ്പോളം തേങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന തേങ്ങ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം. അപ്പോൾ നമ്മൾ സ്നാക്കെല്ലാം ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. പിന്നെ ഇതിലേക്ക് പച്ചമുളക് 6-7 പീസോളം പച്ചമുളകും പിന്നെ നമ്മളെടുത്ത് വെച്ച മല്ലിയിലയും പുതിനയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക വേണ്ട. അപ്പോൾ ഇത് ഒന്നിച്ചാവാത്തത് കൊണ്ട് തന്നെ 2 പ്രാവശ്യം ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ആക്കിയതാണ്. ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതിലേക്കിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഒരുപാട് പുളി വേണ്ട, ഞാൻ പകുതി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഒന്നിൽ മാത്രമാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നല്ലൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്, കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാനിലോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് നമ്മൾ ഈ ഒരു ചമ്മന്തി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്താലും മതിയാവും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്നും കൂടെ മിക്സാക്കി റെഡിയാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി അതിലുള്ള വലിയ കട്ടയുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് 4 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു മുട്ടയിൽ നിന്ന് നമുക്ക് 4 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് സാധനം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. ഇനി ഇതാ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു മസാല എടുക്കുന്നുണ്ട്. അത് ഇതാ കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാം. ഇനി മുട്ടേൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു ചമ്മന്തി കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വെക്കണ്ട, വളരെ കുറച്ച് വെച്ചാൽ മതി. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പാക്കി എടുക്കണം. നമ്മൾക്ക് ഏത് ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു എഗ് മാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ വെള്ളത്തിലൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലോറും മൈദയും മിക്സാക്കിയാലും മതി. അപ്പോൾ ആദ്യം നമ്മളിതാ മൈദയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ബ്രെഡ് പൊടിയിലോട്ട് ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ സ്നാക്കും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ആക്കി മാറ്റി വെച്ച് രണ്ടാമത് വീണ്ടും ചെയ്യാമെന്ന്. അപ്പോൾ 2 കോട്ടിംഗ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പുറന്തോട് കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു തൊലിയായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം മാറ്റി വെക്കാം. അന്ന് തന്നെ എനിക്കൊരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഡെക്കറേഷൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് രാവിലെ എല്ലാം ചെയ്ത് റെഡിയാക്കിയത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ കേക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം പൊരിക്കാൻ. കാരണം അതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്തതാണ്, പുറമേക്ക് മാത്രമായിട്ട് ആ ഒരു ക്രിസ്പി വരേണ്ടത്. അപ്പോൾ ചൂട് കുറഞ്ഞാൽ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചൂടിൽ നല്ല മുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എന്നാൽ നല്ല പൊട്ടാതെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതുപോലെ ചൂടായ എണ്ണയിലേക്കിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചോട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ കുറേ സമയം വെക്കാതെ ഒന്ന് ആ ഒരു ചൂട് എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്നും പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ എഗ് മാസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് റോൾ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഷവർമ ഉണ്ട്, തേങ്ങാമുറി ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പഫും ഉണ്ടാക്കിയിട്ടുണ്ട്, അടയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.